ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തോട്ട് പോയപ്പോൾ അങ്ങ് അതിനു മുമ്പ് ഞാൻ നടത്തിയ പരാമർശങ്ങൾ സഭാ നടപടിയിൽ നിന്ന് നീക്കം ചെയ്തു. ഞങ്ങൾ പുറത്തേക്ക് പോയതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യമന്ത്രി എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സാർ, അങ്ങ് എന്നെക്കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. സാർ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും നിലവാരമില്ലാത്ത അതുകൊണ്ട് എന്റെ നിലവാരം അങ്ങ് വരണ്ട, എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. പിന്നെ പാർലമെന്ററി കാര്യമന്ത്രി നിങ്ങള് അംഗങ്ങൾ സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തുന്ന രീതി ശരിയല്ല. അല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഉരിഞ്ഞത്. ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പഠിച്ചത്. അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അത് സഭാരേഖ നീക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്നോർത്ത് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. അതെ, ഞാൻ പറഞ്ഞതിനെ സംസാരിച്ചോ? മൈക്ക് കൊടുത്തിട്ടില്ല അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി, എനിക്കെതിരായി പരാമർശം നടത്തി. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല, വേറെ ആളുകളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട. സാർ, ഈ സഭയിൽ MP രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ? അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ? ഈ സഭ തല്ലിപ്പൊളിച്ചപ്പോ പുറത്തു നിന്ന് അതിന് ഒത്താശ കൊടുത്ത ആരാണ്? ഒന്ന് അവിടെ ഫ്ലോർ ഓർഡർ നിങ്ങളുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങയുടെ നേരെയൊന്ന് ഇരുത്തിക്കോ. സാർ, ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു വ്യക്തിപരമായ പരാമർശവും നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അങ്ങേക്ക് അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ എന്റെ ചെലവിൽ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ശക്തരൻ കൗളിന് മുകളിൽ അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ്. പിന്നെ ചെയറിനെ കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട്. അത് അധിക്ഷേപകരമല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ. അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി അപക്വമതിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാണ്. സാർ, അതിനുശേഷം അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം തിരിച്ചദ്ദേഹം വന്നു. ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അവരെല്ലാം കൂടി വന്നപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പാർലമെന്ററി കാര്യമന്ത്രി എന്ന നിലയിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം ഇവിടെ സംസാരിച്ചു. വീണ്ടും ചെയറിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിലൂടെ ഞാൻ പറഞ്ഞത് സാധൂകരിക്കല്ലേ ചെയർ പറയാം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ചെയർ പറയട്ടെ. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്, ഈ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. സാർ, പാരമ്പര്യത്തിന് നിരക്കാത്ത നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത്. സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കൗട്ട് പുസ്തകത്തിന് മുമ്പായി അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അത് എക്സ്പെൻഡ് ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ പാർലമെന്ററി കാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ അങ്ങ് അപലപിക്കുകയാണ്. സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്.